അപ്പോൾ നമ്മുടെ വെബിനാർ സീരീസിൻ്റെ ഫസ്റ്റ് സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ബെവ്കോ LTC, കമ്പനി ബോർഡ് LGS, അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമുകൾക്കൊക്കെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ളൊരു 5 സെഷൻസ് ഉള്ളൊരു വെബിനാർ സീരീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ അരിത്തമെറ്റിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ സെഷനാണ് ഇന്ന് വരുന്നത്. അങ്ങനെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ 3 സെഷൻസും അത് കൂടാതെ 2 സെഷൻസ് ജനറൽ സയൻസിനെ ബേസ് ചെയ്തും ജനറൽ സയൻസ് ആൻഡ് IT കൂടെ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളിലേക്ക് കടക്കാം. കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഡിസ്കഷനാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു റിവിഷനായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്ത് പോകുക എന്നുള്ള രീതിയിലുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിന് വന്നിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: ഇഫ് A ഈക്വൽ ടു 1/3 തന്നിരിക്കുന്ന കാര്യം, ഇഫ് A is equal to 1/3 and B equal to 1/5 എങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് then the value of A plus B divided by A by B. അതായത് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ്: A plus B divided by എന്താണ്? A by B കണ്ടുപിടിക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് 2 കൂട്ടം കാര്യങ്ങൾ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. A ഈക്വൽ ടു എന്താണ്? 1/3. B ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്? 1/5. ഈ 2 കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A plus B divided by A by B എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ A plus B by A by B എന്ന് പറയുന്ന ആളെ നമുക്കിത് ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ A plus B divided by A by B ഇങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. 1/A plus 1/B ഈക്വൽ ടു, അതായത് 1/A plus 1/B എന്ന് പറയുന്നതാണ് ആരെന്ന് പറയുന്നത്? A plus B divided by AB എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് ഇനി ആരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇവിടെ നമുക്ക് 1/A കണ്ടുപിടിക്കാം. 1/A ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 1/A ഈക്വൽ ടു എന്താണ്? 3 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും 1/B ഈക്വൽ ടു എന്ത് പറയാം? 5 എന്ന് പറയാം. അപ്പോൾ നമുക്ക് 1/Aയും കിട്ടി, 1/Bയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? A plus B divided by AB കണ്ടുപിടിക്കണം. അതിന് പകരം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 1/A plus 1/B കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ പറയാൻ സാധിക്കും A plus B divided by AB ഈക്വൽ ടു A plus B divided by AB ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞു വെച്ചത്? 1/A plus 1/B 1/A plus 1/B which is equal to എന്ത് പറയാം നമുക്ക്? 3. 1/A എന്ന് പറയുന്നത് 3 ആയിരുന്നു. 3 plus 1/B എന്ന് പറയുന്ന ആരാണ്? 5 ആണ്. 3 plus 5 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ആൻസർ 8 എന്ന് കിട്ടും. ഓപ്ഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓപ്ഷൻ B ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 8 ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം നമ്മുടെ കൃത്യങ്ക നിയമങ്ങളെ, ലോസ് ഓഫ് എക്സ്പോണൻസിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യങ്ക നിയമങ്ങളെ അടിസ്ഥാനമാക്കി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇഫ് 4p ഈക്വൽ ടു 8/6 ആയാൽ then P ഈക്വൽ ടു ഡാഷ്. ഇഫ് 4p ഈക്വൽ ടു 8/6 then P ഈക്വൽ ടു ഡാഷ്. അതായത് ഇത്രയുള്ളൂ. 4p ഈക്വൽ ടു 8/6 ആയാൽ പിയുടെ വില എന്ത്? പിയുടെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്ന ആൾക്കാരെ നോക്കാം. 6, 9, 4, 2 ഇങ്ങനെ ആണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ നിങ്ങളൊന്ന് നോക്കുക. തന്നിരിക്കുന്ന ഡേറ്റ നോക്കുമ്പോഴത്തേക്ക് 4p ഈക്വൽ ടു 8/6 ആണ്. 4p ഈക്വൽ ടു 8/6 ആണ്. അപ്പോൾ ഈ പിയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 2 നിങ്ങൾ നോക്കിയേ, ഈ ബേസിന് മാറ്റമുണ്ട്. ബേസ് വാല്യൂ ഡിഫറെൻ്റ് ആണ്. ഒരിടത്ത് 4 ആണ് ബേസ്, മറ്റൊരിടത്ത് 8 ആണ് ബേസ്. അപ്പോൾ ഈ ബേസിനെ നമ്മൾ ഒരേ ടൈമിലേക്ക് കൊണ്ടുവരണം. അതായത് 4ലും 8ലും കിടക്കുന്ന ആളെ മാറ്റി അവനെ ഒരു കോമൺ ബേസിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം ഈ 4 എന്ന് പറയുന്ന ആളെ, 4നെ 2² എന്ന് ഞാൻ എഴുതുന്നതിൽ തെറ്റുണ്ടോ പിള്ളേരെ? 4നെ 2² എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? നമുക്കറിയാം 2ന്റെ സ്ക്വയർ ആണ് ആരെന്ന് പറയുന്നത്? 4 എന്ന് പറയുന്നത്. ഈ 8 എന്ന് പറയുന്ന ആളെ ഞാൻ 2³ എന്ന് എഴുതുന്നതിൽ തെറ്റുണ്ടോ? 4നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 2² എന്ന് എഴുതി. 8നെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? 2³ എന്നാക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ 4ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2² എന്ന് കൊടുക്കാം. 2² റൈസ് ടു p.
ഓൾ റൈസ് ടു പി ഈക്വൽ ടു 8ന് പകരം നമുക്ക് അവിടെ ആരെ കൊടുക്കാം 2 ക്യൂബ് 2 ക്യൂബ് ഓൾ റൈസ് ടു 6 എന്ന് കൊടുക്കാം 2 ക്യൂബ് ഓൾ റൈസ് ടു 6. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിടത്തും ബേസ് ഈക്വൽ. ഇനി നമ്മൾ കൃത്യങ്ക നിയമങ്ങൾ അകത്ത് പഠിച്ചിരിക്കുന്ന ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എന്ത് പറയാം എം എൻ. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഈക്വൽ ടു എന്താണ് എ റേസ് ടു എം എൻ എന്ന് എഴുതാം. അപ്പോൾ ആ റൂൾ അനുസരിച്ച് നമ്മൾ ഇതിനെ മാറ്റി എഴുതുമ്പോഴത്തേക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും 2 റേസ് ടു 2p എന്ന് എഴുതാൻ സാധിക്കും. ഇതിന് 2 റേസ് ടു 2p ഈക്വൽ ടു 2 റേസ് ടു 3 ഇൻറ്റു 6 എന്ന് എഴുതാം. ഞാൻ അതിന് മൾട്ടിപ്ലൈ ചെയ്ത് വലുതാക്കുന്നില്ല, അങ്ങനെ തന്നെ നിർത്തുകയാണ്. കാരണം അതിന് വെറുതെ വലുതാക്കിയിട്ട് പിന്നെ നമ്മളതിന് ചെറുതാക്കാൻ പോകേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ രണ്ടിടത്തും ബേസ് ഇപ്പോൾ സെയിം ആയില്ലേ, രണ്ടിൻ്റെയും ബേസ് സെയിം ആയി. അപ്പോൾ ഇവിടെ കൃത്യങ്ങൾ അതൊരു റൂളുണ്ട്. ഇഫ് എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ, എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആയാൽ, എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആയാൽ എം ഈക്വൽ ടു എന്ത് പറയാം എം ഈക്വൽ ടു എൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആയാൽ എം ഈക്വൽ ടു എന്താണ് എൻ ആണ്. ആ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും, ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും 2p ഈക്വൽ ടു 2p ഈക്വൽ ടു 3 ഇൻറ്റു 6 എന്ന് എടുക്കാം. 2p ഈക്വൽ ടു 3 ഇൻറ്റു 6 ആണ്. അപ്പോൾ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു, 3 വന്നു. അപ്പോൾ p ഈക്വൽ ടു 3 ഇൻറ്റു 3 എന്ത് പറയാം 9 എന്ന് പറയാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്ത് കിട്ടി പിയുടെ വില ദെൻ പി ഈസ് എത്രയാണ് 9 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൃത്യങ്ങൾ അത് 2 റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എ റേസ് ടു എം ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ എന്നും എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ ആയാൽ എം എസ് ഈക്വൽ ടു എന്ത് പറയാം എം എസ് ഈക്വൽ ടു എൻ എന്നും പറയാം. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിതിനെ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മുടെ പെർസെൻറ്റേജിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് 70% ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ആർ ഗേൾസ്, ഒരു സ്കൂളിലെ 70% വിദ്യാർത്ഥികൾ ആരെന്നാ പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളാണ്, ഗേൾസ് ആണ്. ദ നമ്പർ ഓഫ് ബോയ്സ് ഈസ്, ആൺകുട്ടികളുടെ എണ്ണം 504 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ ദ നമ്പർ ഓഫ് ഗേൾസ്, അപ്പോൾ ആൺകുട്ടികളുടെ ഒരു സ്കൂളിൽ 70% പെൺകുട്ടികളാണ്, 504 ആൺകുട്ടികൾ ആ സ്കൂളിലുണ്ട് എങ്കിൽ ആ സ്കൂളിൽ ഉള്ള പെൺകുട്ടികളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ വലിയ എക്സും വൈയും ഒന്നും എടുക്കുന്നൊന്നുമില്ല, നമ്മൾ സിമ്പിൾ ലോജിക്കിൽ പോവുകയാണ്, വളരെ നിസ്സാരമായ രീതിയിൽ പോവുകയാണ്. ആ സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണത്തെ നമുക്ക് 100% എന്നങ്ങ് എടുക്കുകയാണ്. ആ സ്കൂളിൽ ആകെയുള്ള കുട്ടികളുടെ ടോട്ടൽ സ്റ്റുഡൻസിനെ നമ്മൾ എന്തെന്ന് അസ്യൂം ചെയ്യുന്നു 100% എന്ന് എടുക്കുന്നു. ആ സ്കൂളിൽ പെൺകുട്ടികളുമുണ്ട്, പിന്നെ ആരുമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്, ഗേൾസുമുണ്ട്, ബോയ്സുമുണ്ട്. അതിൽ തന്നെ 70% പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം 70% ഗേൾസ്. അപ്പോൾ ടോട്ടൽ 100% ഉണ്ട്, അതിൽ 70% ആരാണ് ഗേൾസ് ആണ്. അപ്പോൾ ടോട്ടൽ 100ഉം ആ 100ൽ 70% ഗേൾസും ആണെങ്കിൽ ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് ആരായിരിക്കണം? ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് ബോയ്സ് ആയിരിക്കും. ശരിയല്ലേ? ആ 30% എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 504 ആണ്. ആ 30% എന്ന് പറയുന്നത് എത്രയാണ്? 504 ആണ്. അപ്പോൾ 30% 504 ആയാൽ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 504 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ശരിയല്ലേ? 30% എന്ന് പറയുന്നത് 504 ആണെങ്കിൽ 10% എന്ന് പറയുന്നത് 504 ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ സാധിക്കും 504 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 168 ആണ്. അപ്പോൾ 10% എന്ന് പറയുന്നത് 10% എന്ന് പറയുന്നത് 168 എന്ന് നമുക്കിപ്പോൾ കിട്ടി. 10% എന്ന് പറയുന്നത് 168 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഗേൾസ് ആണ്, അതായത് 70%ലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 70%-ന് ഈക്വൽ ആണ്. അപ്പോൾ 10% 168 ആണെങ്കിൽ
70% എന്ന് പറയുന്നത് 70% എന്ന് പറയുന്നത് 168 ഇൻറ്റു 7 ചെയ്താൽ മതി. 10% 70% 7 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 10% 168 തുല്യമാണെങ്കിൽ 70% ആ 168 എന്ത് ചെയ്താൽ മതി? 7 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി അതും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണമെന്നില്ല, ഈ എൻഡ് ഡിജിറ്റ് വെച്ച് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നമുക്കറിയാം 8 ഇൻറ്റു 8 എന്ന് പറയുന്നത് 64ആണ്. 8 ഇൻറ്റു 7 എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്? 56 വരും. അപ്പോൾ 6ൽ അവസാനിക്കണം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തിൽ അവസാനിക്കണം? 6ൽ അവസാനിക്കണം. നിങ്ങൾ ഓപ്ഷൻ നോക്കിയേ, 6ൽ അവസാനിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കിയേ, ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്, ഓപ്ഷൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാം. അവിടെ നമുക്ക് പറയാൻ സാധിക്കും 1176 ശരി ഉത്തരവെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്, പെൺകുട്ടികളുടെ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്ന സ്കൂളിലെ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1176 1176 ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആവറേജിനെ ബേസ് ചെയ്ത്, ശരാശരിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇഫ് ദ ആവറേജ് ഓഫ് 13, 15 ആൻഡ് 8, അതായത് 3 സംഖ്യകളുടെ ശരാശരി 16 എന്ന് തന്നിട്ടുണ്ട്. 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് ആരാണ്? 16 3 സംഖ്യകളുടെ ശരാശരി എങ്കിൽ അതിൽ മൂന്നാമൻ, അപ്പോൾ ഇവിടെ 13, 15 എ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ ആണ് മൂന്നാമൻ. മൂന്നാമനായ എ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, സിമ്പിൾ ലോജിക്കാണ്. 13 + 15 + എ ഡിവൈഡഡ് ബൈ 3 = 16. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിരിക്കുന്നത്. 3 പേരുടെ ശരാശരി 16 ആയാൽ അതിലെ ഒരാൾ അൺനോൺ ആയിരുന്നു കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും, നമുക്ക് എന്ത് പറയാൻ പറ്റും? 28 + a = 16 × 3 എന്ന് പറയാം. അല്ലെങ്കിൽ 16 × 3 പറയുന്നത് എത്രയാണ്? 48ആണ്. 28 + a = എന്ത് പറയാം? 48 എന്ന് പറയാം. അല്ലെങ്കിൽ a = 48 - 28 എന്ന് വരും. 8 പോകുമ്പോൾ തന്നെ 0 ആണ്. നോക്കിയേ, 0ത്തിൽ അവസാനിക്കുന്ന ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് തന്നെ പറയാം 20 ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ a = എന്ത് പറയാൻ സാധിക്കും? a = 20. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം നമ്മുടെ ഏരിയ ആൻഡ് വോളിയം എന്ന ടോപ്പിക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാളം പദങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്ററിന്റെ മലയാളം എന്ന് പറയുന്നത് ചുറ്റളവാണ്, അല്ലേ? ചുറ്റളവാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ മീൻസ് ചുറ്റളവ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരമാണ് കേട്ടോ. സമചതുരമാണ് സ്ക്വയർ. എങ്കിൽ ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 24 സെന്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ എന്ത് വേണമെങ്കിലും എടുത്തു. 24 സെന്റിമീറ്റർ തൽക്കാലം എടുത്തു. ഈസ് 24. Then its diagonal is of length. ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗണലിന്റെ മലയാളം പദം എന്ന് പറയുന്നത് എന്താണ്? വികർണമാണ്. ഓർത്തിരിക്കുക, പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവാണ്, സ്ക്വയർ സമചതുരം, ഡയഗണൽ വികർണം. മലയാളം പദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ കൂടുതലും മലയാളത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളം നോക്കി പോകുന്ന ആൾക്കാർക്ക് ആ മലയാളം ടേംസൂടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വികർണമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സമചതുരത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഒരു സമചതുരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 4 വശങ്ങളും എന്തായിരിക്കും? തുല്യമാണ്. ഞാൻ അതിൻ്റെ വശങ്ങളെ എ എന്നെടുക്കുകയാണ്. ആ സമചതുരത്തിൻ്റെ വികർണത്തെ, ഡയഗണലിനെ ഞാൻ ഡി എന്നെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, വശം എ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 4a ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 4a ആണ് പെരിമീറ്റർ. അതിവിടെ തന്നിട്ടുണ്ട്. 4a എന്ന് പറയുന്നത് എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 ആണ്. അപ്പോൾ 4a എന്ന് പറയുന്നത് 24 ആയാൽ a = എന്ത് പറയാം? 24 ഡിവൈഡഡ് ബൈ 4 a = 6 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. അതായത് വശം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും.
വശം എ ആയിട്ടുള്ള ഒരു സമചതുരത്തിന്റെ വികരണത്തിനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് A√2 ആണ് കേട്ടോ. ഇത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കാര്യം എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്ത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോകേണ്ടി വരും. കാരണം ഇവിടെ 6 എടുത്തു, ഇവിടെയും 6 എടുത്തു. ഈ രണ്ട് സൈഡ് 6 ആണെങ്കിൽ ഇതൊരു ത്രികോണമായിട്ട് കൺസിഡർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് പോകാം. അല്ലെങ്കിൽ ഇത് നേരിട്ട് അറിയാമെങ്കിൽ അതിലേക്ക് എയ്ക്ക് പകരമുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് വികരണം ഡയഗണൽ ഡി ഇസ് ഈക്വൽ ടു A√2 ആണ്. അപ്പോൾ വികരണം എന്ന് പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത് എയ്ക്ക് പകരം അവിടെ ആരെ കൊടുത്താൽ മതി, നമ്മളിവിടെ കണ്ടുപിടിച്ച വശം അവിടെ ഇട്ട് കൊടുക്കുക, 6√2 എന്ന് പറയാം. അപ്പോൾ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് 6√2 സെന്റിമീറ്റർ എന്ന് പറയാം. 6√2 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, 6√2 സെന്റിമീറ്റർ. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഏരിയ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടെ ഈ ഡയഗണലിന് പകരം അവർ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുവാണ്, ഏരിയ എന്തെന്ന് ചോദിക്കുകയാണ്. ഏരിയ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാണ്ട് എന്ത് ചെയ്താൽ മതി, A² എടുത്താൽ മതി. അതായത് 6ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. 36 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. 36 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ അത് പല രീതിയിൽ ചോദിക്കാന്നുള്ളൂ. അപ്പം എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതനുസരിച്ച് മാറ്റി മറിച്ചും ചെയ്യുകയെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഡയഗണലിൽ ചോദിച്ചു, നമ്മൾ ഡയഗണലിൽ കണ്ടുപിടിച്ചു. അപ്പോൾ വേറൊരു പോസിബിലിറ്റിയും കൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഡയഗണലിന് പകരം ആരെ കണ്ടുപിടിക്കാൻ ചോദിക്കാം, വിസ്തീർണം കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ വേണം നിങ്ങളോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തതും ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്, ആവറേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും വന്നിരിക്കുന്നത്. ആവറേജുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ദ ആവറേജ് ഓഫ് 50 പീപ്പിൾസ് ഇൻ എ ക്ലാസ് ഈസ് 10.5. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ ശരാശരി പ്രായം, ആവറേജ് ഏജ് ആണ്. ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് എത്രയാണ്, 10.5. ഇഫ് ദ ക്ലാസ് ടീച്ചർ ഈസ് ഇൻക്ലൂഡഡ് ദ ആവറേജ് ഇൻക്രീസസ് ബൈ 0.5. ക്ലാസ് ടീച്ചറെ കൂടി ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുടെ പ്രായം കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി 0.5 കൂടും. അപ്പം ശരാശരി ആവറേജ് ഇൻക്രീസസ് ബൈ 0.5 എന്ന് വേണേൽ പറയാം. അതിന് പകരം അവർക്ക് വേണേൽ ഇങ്ങനെ വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആവറേജ് ബിക്കംസ് 11 എന്ന് വേണേൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാലും മാറ്റമൊന്നുമില്ല, ക്വസ്റ്റ്യൻ സെയിം തന്നെ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മറ്റൊരു രീതിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആവറേജ് അര കൂടി, അല്ലെങ്കിൽ ആവറേജ് 11 എന്ന് പറഞ്ഞാലും തെറ്റില്ല. 10 ആയിരുന്നത് 11 ആകുമ്പോൾ അര തന്നെയാണ് കൂടിയിരിക്കുന്നത്, അങ്ങനെ വേണം ചോദിക്കാം. Then the age of the class teacher is dash. ക്ലാസ് ടീച്ചറിന്റെ ഏജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഈ കഥയെല്ലാം മാറി ഞാൻ ആ സ്കെലിറ്റൺ എന്താണെന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന്റെ ശരാശരി തന്നിട്ടുണ്ട്. നോക്കിയേ, 50 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്, 10.5 ആണ്. 50 കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് 10.5 ആണ്. ആ 50 കുട്ടികളുടെ ശരാശരി പ്രായം, അത് വയസ്സോ ഉയരമോ ഭാരമോ എന്തുമായിക്കോട്ടെ, ഇവിടെ വയസ്സ് തന്നിരിക്കുന്നു, ശരാശരി തന്നിട്ടുണ്ട്. അതിലേക്ക് 50 പേരുടെ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയതായി ഒരാൾ കൂടി കടന്നു വരുന്നു. 50 പേരുടെ ഒരു ഗ്രൂപ്പിലേക്ക് പുതിയതായി ഒരാൾ കൂടി കടന്നു വരുന്നു. അപ്പോഴത്തേക്ക് ശരാശരിക്ക് വർധനവുണ്ടായി. ശരിയല്ലേ? ശരാശരി അര കൂടി എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പുതിയതായി വന്ന ആൾ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ ശരാശരി തന്നിരിക്കുന്നു. ആ ഗ്രൂപ്പിലേക്ക് പുതിയതായി ഒരാൾ കൂടെ വന്നപ്പോൾ ശരാശരി വർദ്ധിച്ചു. എങ്കിൽ പുതിയതായി വന്ന ആളെ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റിൻ്റെ സ്കെലിറ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സ്കൂളിലെ കുട്ടികളെന്നോ കുട്ടികളുടെ വയസ്സെന്നോ ടീച്ചർ വന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അല്ലെങ്കിൽ ഹൈറ്റോ വെയിറ്റോ എന്ത് വേണേലും പറയാം. അപ്പോൾ എങ്ങനെ വേണേലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ശരാശരി തന്നിട്ടുണ്ടായിരിക്കും. ആ ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് ഒരാൾ വരുമ്പം ശരാശരി കൂടുന്നു, എങ്കിൽ പുതിയതായിട്ട് വന്ന ആൾ. അപ്പോൾ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് വന്ന ഡേറ്റ, ന്യൂ ഡേറ്റ ഈക്വൽ ടു ഓൾഡ് ആവറേജ്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ശരാശരി, ക്വസ്റ്റിന് തന്നിരിക്കുന്ന ആവറേജ് എന്താണത്, ഓൾഡ് ആവറേജ് പ്ലസ് ടോട്ടൽ ഇൻക്രീസ്
അപ്പം പുതിയ ഡേറ്റയെ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഓൾഡ് ആവറേജ് പ്ലസ് എന്താണ്? ഓൾഡ് ആവറേജ് പ്ലസ് ടോട്ടൽ ഇൻക്രീസ്. ഓൾഡ് ആവറേജ് പ്ലസ് ടോട്ടൽ ഇൻക്രീസ്. അപ്പോൾ നോക്കുക, നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. ന്യൂ ഡേറ്റ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ന്യൂ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഏജ് ഓഫ് ക്ലാസ് ടീച്ചർ ആണ്. ഏജ് ഓഫ് ആരാണ്? ഏജ് ഓഫ് ടീച്ചർ ആണ്. ഈക്വൽ ടു ഓൾഡ് ആവറേജ് എന്ന് പറയുന്നത് 10.5 ആണ്. 10.5 പ്ലസ് എന്താണ് ഇനി വേണ്ടത്? ടോട്ടൽ ഇൻക്രീസ് ആണ്. ഈ ടോട്ടൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പുതിയ ആളും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു എണ്ണം ഉണ്ടല്ലോ. ആദ്യം 50 ഉണ്ടായിരുന്നു, ടീച്ചറൂടെ വന്നപ്പോൾ 51 അപ്പോൾ ആ പുതിയ എണ്ണത്തെ ശരാശരിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ അര കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചേഞ്ച് എന്ന് പറയുന്ന അരയാണ്. അപ്പോൾ പുതിയ എണ്ണത്തെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 51 ഇൻറ്റു അര വരും. 51 ഇൻറ്റു 0.5 അതാണ് ടോട്ടൽ ഇൻക്രീസ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാം 10.5 പ്ലസ് 51 ഇൻറ്റു അരയാണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് വേണ്ടത്. പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 പ്ലസ് 25 അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. 10നെയും 25നെയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എത്രയായി? 36 എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് ടീച്ചറുടെ വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 36 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകണം. അടുത്തതും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ പെർസെൻറ്റേജിനെയും ഫ്രാക്ഷനെയും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ഫ്രാക്ഷണൽ ഫോം ഓഫ് ഹാഫ് ഓഫ് 1%, അതായത് 1% പകുതിയുടെ എന്താണ്? ഭിന്നസംഖ്യാരൂപം. ഹാഫ് ഓഫ്. ഇപ്പോൾ ഈ ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഇവനെ ഇങ്ങനെ മാറ്റി എഴുതാൻ നമുക്ക് ഹാഫ് ഇൻറ്റു 1% എന്ന് പറയാം. പേഴ്സെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പേഴ്സെൻ്റ് മീൻസ് എന്താണ്? ഔട്ട് ഓഫ് 100 ആണ്. അപ്പോൾ 100ൽ എത്ര എന്നാണ് പേഴ്സെൻറ്റിൻ്റെ മീനിങ്. അപ്പോൾ 1% മീൻസ് എന്താണ്? 1/100 നമുക്ക് പറയാം. അപ്പം 1/2 ഇൻറ്റു എന്ത് പറയാം? 1/100 എന്ന് പറയാം. 1/2 ഇൻറ്റു എന്താണ്? 1/100 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് പറയാൻ സാധിക്കും? 1/2 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എന്തായി? 200. 1/200 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 1/200 ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. 1/200. അപ്പോൾ ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിസ്സാരമായ ചോദ്യം, വലിയ സ്റ്റെപ്പൊന്നുമില്ല, പേനയുടെ പോലും ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കി തന്നെ ഉത്തരം പറയാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന്, അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഞാനത് എഴുതി കാണിച്ചതേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് പേനയുടെ പോലും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. അടുത്തതൊരു മെൻ്റൽ എബിലിറ്റിയുടെ ഒരു ചോദ്യമാണ്. Which one of the words given below is different from the rest? അതായത് നമ്മുടെ ഓഡ് വൺ ഔട്ട്, ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളൊരു ടോപ്പിക് എന്നുള്ള ചോദ്യമാണ്. ക്ലാസിഫിക്കേഷനകത്തുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ 4 എണ്ണം കാണും. ആ 4 എണ്ണത്തിൽ 3 പേരെ ഒരു ഗ്രൂപ്പായിട്ട് അവർ 3 പേര് ഒരു കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്ത് അവരെ ഒരു ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്താം. ഒരാൾ മാത്രം ആ ഗ്രൂപ്പിൽ പെടത്തില്ല. ആ പെടാത്ത ആളെ കണ്ടുപിടിക്കാനാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നോക്കിയേ, മാംഗോ, ആപ്പിൾ, ലേഡീസ് ഫിംഗർ, ഗ്രേപ്സ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ്, ഇത് 3ഉം എന്താണ്? ഫ്രൂട്ട്സ് ആണ്. മാംഗോ, ആപ്പിൾ, ഗ്രേപ്സ് എന്താണ്? ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ കൂട്ടത്തിൽ പെടാത്ത, ഫ്രൂട്ട്സിൽ പെടാത്ത വെജിറ്റബിൾ ആണ് തന്നിരിക്കുന്ന ആരാണ്? ലേഡീസ് ഫിംഗർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്. സീതാസ് വാച്ച് ഷോസ് 3:30. If the hour hand point towards east, then the minute hand point towards എങ്ങോട്ടാണ്? ഡാഷ്. മിനിറ്റ് ഹാൻഡ് എങ്ങോട്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മുടെ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞ്, വാച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമെങ്കിലും ശരിക്കും ചോദ്യം എന്താണ്? നമ്മുടെ ദിശാവബോധം, ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വാച്ചിൻ്റെ ഡയൽ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് 12, 3, 6, 9 ഇങ്ങനെ ഞാനങ്ങ് മാർക്ക് ചെയ്തു.
3:30, അതായത് 3:30 സമയം. അപ്പോൾ ഞാൻ ആ 3 കഴിഞ്ഞുള്ള ഡയൽസും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. 3 കഴിഞ്ഞ് ആര് വരും? 4 വരും. 4 കഴിഞ്ഞ് ആര് വരും? 5 വരും. അപ്പോൾ നമ്മുടെ ക്ലോക്കിൽ നമുക്ക് സമയം ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 3:30 എന്ന് പറയുമ്പോഴത്തേക്ക് മണിക്കൂർ സൂചി എവിടെ വരണം? മണിക്കൂർ സൂചി 3-നും 4-നും ഇടയിൽ വരണം. മണിക്കൂർ സൂചി 3-നും 4-നും ഇടയിൽ വരുന്നു. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എവിടെയാണ്? 3:30. അപ്പോൾ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എവിടെയായി? 6-ലേക്കാണ് പോയിന്റ് ചെയ്യേണ്ടത്. മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു? 6-ലേക്ക് പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സമയം. സമയം 3:30. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനും കൂടെ അതിലേക്കൊന്ന് കൊടുക്കാം. ഇഫ് ദ അവർ ഹാൻഡ് പോയിന്റ്സ് ടുവേർഡ്സ്, എങ്ങോട്ടാണ്? ഈസ്റ്റ്. അപ്പോൾ മണിക്കൂർ സൂചി എവിടേക്ക് നിൽക്കുന്നു? ഈസ്റ്റിലേക്ക് നിൽക്കുന്നു. മണിക്കൂർ സൂചി എങ്ങോട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ്റ്റിലേക്ക് നിൽക്കുന്നു. മണിക്കൂർ സൂചി ഈസ്റ്റിലേക്ക് നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മണിക്കൂർ സൂചി ഈസ്റ്റിലേക്ക് നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെസ്റ്റ് ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് വെസ്റ്റ്. അതിന് 90 ഡിഗ്രി വരുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? നോർത്ത് ആയിരിക്കും വരുന്നത്. നോർത്ത് അല്ല, സൗത്ത് ആയിരിക്കും വരുന്നത്. ഞാൻ മാർക്ക് ചെയ്തതിൽ മിസ്റ്റേക്കാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ സാധിക്കും, നോർത്തിലേക്ക് നിൽക്കുന്ന ഈസ്റ്റിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും വരുന്നത്. സൗത്ത്. ആ സൗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? നോർത്ത് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിനിറ്റ് സൂചി എങ്ങോട്ട് നിൽക്കുന്നു എന്നാണ് നോക്കിയേ. മിനിറ്റ് സൂചി 6-ലാണ് നിൽക്കുന്നത്. ഈ 6 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ, സൗത്തിനും ഈസ്റ്റിനും ഇടയിലല്ലേ വന്നിരിക്കുന്നത്? സൗത്തിനും ഈസ്റ്റിനും ഇടയിലായിട്ടല്ലേ 6 എന്ന ഡയൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മിനിറ്റ് സൂചി നിൽക്കുന്നത്. അപ്പോൾ സൗത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള ഡയറക്ഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്, അല്ലേ? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, സൗത്ത് ഈസ്റ്റ് ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. അടുത്തതും മെന്റൽ എബിലിറ്റിയുടെ ഒരു ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മെന്റൽ എബിലിറ്റി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റിലേഷൻസിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. നമ്മുടെ അനലോഗിയാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലൗ ഈസ് റിലേറ്റഡ് ടു ഹാൻഡ് ഇൻ ദ സെയിം വേ ഹാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഇവിടെ നോക്കിയേ, ഗ്ലൗ ഹാൻഡ്, അവിടുത്തെ അതിൻ്റെ എന്ത് പറയാൻ സാധിക്കും? നമ്മൾ ഗ്ലൗസ് ഇടുന്നത് കയ്യിലാണ് ഗ്ലൗസ് ഇടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഹാറ്റ് എവിടെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഹാറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയാൽ മതി. ഹാറ്റ് എന്ന് പറയുന്നത് നമ്മൾ തൊപ്പി നമ്മളെവിടെ തലയിലാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഹാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്ത് പറയാം? ഹെഡ് എന്ന് പറയാം. ഇഫ് ഗ്ലൗ ഈസ് റിലേറ്റഡ് ടു ഹാൻഡ്, ഇൻ ദ സെയിം വേ ഹാറ്റ് ഈസ് റിലേറ്റഡ് ടു എന്ത് പറയാൻ സാധിക്കും? ഇൻ ദ സെയിം വേ ഹാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹെഡ് എന്ന് പറയാം. ആൻസർ ഹെഡാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. 100 എന്നത് 400-ന്റെ എത്ര ശതമാനം ആണ്? 100 എന്നത് 400-ന്റെ എത്ര ശതമാനം, എത്ര പെർസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 100 അങ്ങോട്ട് എഴുതുക. 100 ഡിവൈഡഡ് ബൈ 400 ശതമാനമാക്കണ്ടേ? അപ്പോൾ ഒരു 100ഉം കൂടെ ഗുണിച്ചെഴുതിയാൽ മതി, ശരിയല്ലേ? 0 വെട്ടി 4ഉം 100ഉം കൂടെ വെട്ടി, ബാക്കി എത്രയാണ്? 25. അപ്പോൾ 100 എന്നത് 400-ന്റെ എത്ര ശതമാനം എന്ന് പറയാം? 25%. 25% എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയേ, 25%. ഇനി അതല്ല, ഫ്രാക്ഷൻ എന്ന കൺസെപ്റ്റ് വെച്ച് വേണമെങ്കിലും പറയാം. 100 ഡിവൈഡഡ് ബൈ 400 വരും. 0 വെട്ടി, പിന്നെ 4-1. ഈ 1/4 എന്ന് പറയുന്ന ആൾ മറ്റൊന്നുമല്ല. 1/4 ഈക്വൽ ടു എന്താണ്? 25%. അങ്ങനെ ഒരു സെൻസ് വെച്ച് വേണമെങ്കിലും പറയാം. പേനയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ പറയാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 25 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. Radius of the largest sphere which can be made from a cube of side 6 centimeter. Radius of the largest sphere. Radius means, radiusന്റെ മലയാളം എന്താണ്? ആരമാണ് കേട്ടോ. ആരമാണ് റേഡിയസ് എന്ന് പറയുന്നത്. സ്പിയർ എന്ന് പറയുന്ന എന്താണ്? സ്പിയർ എന്ന് പറയുന്നത് ഗോളം.
which can be made from a cube. സമചതുര കട്ടയാണ് ആരെന്ന് പറയുന്നത്? ക്യൂബ് എന്ന് പറയുന്നത്. ക്യൂബ്. ഓക്കെ, പോട്ടെ. ഞാൻ അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു ക്യൂബിൽ നിന്നും മുറിച്ചെടുക്കുവാൻ സാധിക്കുന്ന, ഒരു സമചതുര കട്ടയിൽ നിന്നും മുറിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗോളത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 ഡയമെൻഷൻ ഫോമിൽ നമ്മൾ ഒരു സൈഡിൽ നോക്കുമ്പോഴത്തെ ഒരു വ്യൂ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒരു സമചതുര കട്ടയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സൈഡിലെ ഫേസ് എന്ന് പറയുന്നതാണ് ചതുരമായിരിക്കും, സമചതുരമായിരിക്കും. അതിനകത്ത് ഒരു ഗോളം ഇരിക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഈ സമചതുര കട്ടയുടെ ക്യൂബിൻ്റെ വശം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതായത് A = എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. നോക്കിക്കേ, ഈ വശം എന്ന് പറയുന്ന ആള് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് വശം എന്ന് പറയുന്നത് എന്താണ്? വശം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ആ വശത്തെ നമ്മൾ ഇവിടേക്കൊന്ന് ഞാൻ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയേ, ഈ വശത്തിന് മാറ്റം ഉണ്ടോ? ഇത് 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും 6 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് ഡയമീറ്റർ എന്ന് പറയാം. നമ്മുടെ ഗോളത്തിൻ്റെ ഡയമീറ്റർ ആയിട്ട് മാറും. അപ്പോൾ ഗോളത്തിൻ്റെ ഡയമീറ്റർ, അതായത് വ്യാസം, ഗോളത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമചതുര കട്ടയുടെ സൈഡിന് ഈക്വൽ ആയിരിക്കും, വശത്തിന് ഈക്വൽ ആയിരിക്കും. ഗോളത്തിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സമചതുരക്കട്ടയുടെ എന്തിനാണ്? വശത്തിന് ഈക്വൽ ആയിരിക്കും, വശത്തിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, സൈഡ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡയമീറ്റർ ആണെങ്കിൽ ഇങ്ങനെ പറയാം. ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡയമീറ്റർ, വ്യാസം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. വ്യാസം എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു? 6 സെൻറ്റിമീറ്റർ. പക്ഷേ നമുക്ക് വേണ്ടത് ആരെയാണ്? റേഡിയസിനെയാണ് നമുക്ക് വേണ്ടത്. റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്ററിൻ്റെ പകുതിയാണ്. അപ്പോൾ 6/2 എന്ത് പറയാം? 3 സെൻറ്റിമീറ്റർ എന്ന് പറയാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻട്രസ്റ്റിനെ, പലിശയെ അടിസ്ഥാനമാക്കി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുള്ളൊരു ചോദ്യമാണ്. ഒരാൾ 4000 രൂപ, അപ്പോൾ 4000 രൂപ സാധാരണ പലിശയിൽ 2 മാസ കാലയളവിൽ നിക്ഷേപിച്ചു. അപ്പോൾ ഓർത്തു വെക്കണം, പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, അതായത് പി തന്നിട്ടുണ്ട്. 2 മാസ കാലയളവ് N തന്നിട്ടുണ്ട്. കാലയളവിൽ നിക്ഷേപിച്ചപ്പോൾ 60 രൂപ പലിശ ലഭിക്കുന്നു. അതായത് ഇൻട്രസ്റ്റ്, കിട്ടിയ പലിശ 60 രൂപ പലിശ ലഭിച്ചു എങ്കിൽ പലിശ നിരക്ക് എത്ര? റേറ്റ് കാണണം, 6 കാണണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസ് ഫോർമുല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. I = PNR/100 ആണ്. I = എന്താണ്? PNR/100 ആണ്. അങ്ങനെയെങ്കിൽ R = I × 100 ഡിവൈഡഡ് ബൈ I × 100 ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? PN ആണ്. I × 100 ഡിവൈഡഡ് ബൈ PN ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. I എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 60 ആണ്. അപ്പോൾ 60 എഴുതുന്നു. 60 × 100 ഡിവൈഡഡ് ബൈ P എത്രയാണ്? 4000 ആണ് P എന്ന് പറയുന്നത്. 4000. ഇനി Nലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. N നമ്മൾ എപ്പോഴും വർഷത്തിലാണ് പറയുന്നത്. കാലയളവ് എപ്പോഴും എന്തിൽ കൊടുക്കണം? വർഷത്തിൽ കൊടുക്കണം. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ അത് എന്തിലാണ് തന്നിരിക്കുന്നത്? നിങ്ങൾ നോക്കിയേ, 2 മാസം എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പം Nനെ നമുക്ക് വർഷത്തിലേക്ക് മാറ്റുമ്പം N = 2 ഡിവൈഡഡ് ബൈ 12 എന്നിട്ട് കൊടുക്കണം. അപ്പോൾ കാലയളവിന് പകരം 2 മാസത്തിന് പകരം നമ്മൾ അവനെ വർഷമാക്കിയപ്പോൾ 2 ഡിവൈഡഡ് ബൈ 12, 2ഉം 12 വെട്ടിപ്പോൾ 6 വന്നു. ഈ 6 അങ്ങ് മുകളിൽ പോകും. മുകളിൽ പോകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ മാറും. 6 × 6 36. ഒരു 3 പൂജ്യവും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നൊരു 4000 കൂടെ കിടപ്പുണ്ട്. പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു. 36/4 വരും. 36/4 എന്ന് പറയുന്നത് 9% എന്ന് കിട്ടും. 9
% ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യം, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഞാൻ കിടക്കുകയാണ്. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രൈം നമ്പർ വിച്ച് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നോട്ട് എ പ്രൈം നമ്പർ, പ്രൈം നമ്പർ അല്ലാത്തത്, അഭാജ്യ സംഖ്യ അല്ലാത്തത് ആര് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭാജ്യ സംഖ്യ അല്ലാത്തത് ആര് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അഭാജ്യ സംഖ്യ അല്ലാത്തത്, പ്രൈം നമ്പർ അല്ലാത്തത്. ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിനേക്കാൾ വലുതും എന്നാൽ ആ സംഖ്യയുടെ ഘടകങ്ങൾ എന്ന് പറയും ഒന്നിനേക്കാൾ വലുതായിട്ടുള്ള സംഖ്യ ആയിരിക്കണം. ആ സംഖ്യയുടെ ഒന്നും ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന, ഒന്നിനേക്കാൾ വലുതും ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. അതായത് ഒന്നും ആ നമ്പറും അല്ലാതെ അതിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്ന 2 പ്രൈം നമ്പർ, 3 പ്രൈം നമ്പർ, 5 പ്രൈം നമ്പർ. 4 പ്രൈം അല്ല, കാരണം 4ന് 1 ഫാക്ടറാണ്, 2 ഫാക്ടറാണ്, 4 ഫാക്ടർ. അപ്പോൾ ഒരു ഫാക്ടർ അഡീഷൻ. അപ്പോൾ 4 പ്രൈം നമ്പർ അല്ല, 5. ഇനി പിന്നെ 7 പ്രൈം നമ്പറാണ്. അങ്ങനെ പ്രൈം നമ്പേഴ്സ് പോകും. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണം. 100 വരെയുള്ള പ്രൈം നമ്പേഴ്സിനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് പഠിച്ചു വെച്ചോണം. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ആ സമയത്തിരുന്ന് പ്രൈം നമ്പേഴ്സിനെ, എക്സാം ഹാളിലിരുന്ന് പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിച്ച് ചെയ്യുന്നതിലും 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഒന്ന് ബൈഹേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ PSC പരീക്ഷകൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. കാരണം PSC ആ 1 to 100 റേഞ്ചിലുള്ള പ്രൈം നമ്പേഴ്സിനെയൊക്കെ ബേസ് ചെയ്ത് PSC പല പരീക്ഷകൾക്കും ഇതിനു മുമ്പ് പല പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഓക്കെ, പോട്ടെ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ പ്രൈം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈം അല്ലാത്തത്. ഓപ്ഷൻ നോക്കി നമുക്ക് പറയാം. 61 പ്രൈം നമ്പർ ആണ്. 61 പ്രൈം നമ്പർ ആണ്. 61 എന്ന് പറയുന്നത് പ്രൈമാണ്, പ്രൈം നമ്പർ ആണ്. 47 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? പ്രൈം നമ്പർ ആണ്. അടുത്ത് 51 പ്രൈം അല്ല, ഇവൻ പ്രൈം അല്ല. 51 എന്ന് പറയുന്നത് 17 × 3 ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 17 ഫാക്ടറായിട്ട് പറയാം, 3 ഫാക്ടറായിട്ട് പറയുമ്പോൾ 51 പ്രൈം അല്ല, 59 എന്ന് പറയുന്ന പ്രൈം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് എ പ്രൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 51 ആണ് പ്രൈം നമ്പർ അല്ലാത്ത ആളെന്ന് പറയുന്നത് ആരാണ്? 51 ആണ് പ്രൈം നമ്പർ അല്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത നമ്മുടെ റേഷ്യോയെ ബേസ് ചെയ്തൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ഇഫ് 2a = 3b = 4c, 2a = 3b = 4c ആയാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, a is to b is to c = dash. a is to b is to c എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ a is to b is to c കാണാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ. a is to b യും b is to c യും കിട്ടിക്കഴിഞ്ഞാൽ, a is to b യും b is to c യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? a is to b is to c കാണാം. അതിന് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു ഓർഡറിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം കിട്ടും. ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ a is to നമുക്കിപ്പോൾ ആരൊക്കെ വേണം? a is to b യും നമുക്ക് വേണം, b is to c യും നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് a is to b is to c കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എയും ബിയും കണക്ട് ചെയ്യുന്ന പാർട്ട് മാത്രം ഒന്ന് എഴുതി. 2a = 3b എന്നെടുക്കാം. 2a = 3b ആണ്. അവിടെ നിന്ന് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് a/b = എന്ത് പറയാം? 3/2 എന്ന് പറയാം. a/b = എന്താണ്? 3/2 ആണ്. ഈ a/b എന്ന് പറയുന്ന ആൾ മറ്റാരുമല്ല, അത് a is to b തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പറയാൻ സാധിക്കും, a is to b = എന്താണ്? 3:2 എന്ന് പറയാം. a is to b = എന്ത് പറയാം? 3:2. ഇനി അടുത്ത പാർട്ട് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കുക. അടുത്ത പാർട്ട് ഒന്ന് എടുത്തേ.
3b ഈക്വൽ ടു 4c ആണ്. 3b ഈക്വൽ ടു 4c ആകുമ്പോൾ അവിടെ നിന്ന് പറയാൻ സാധിക്കും b/c ഈക്വൽ ടു 4/3, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും b/c ഇസ് ഈക്വൽ ടു 4 എന്താണ് 4:3 ആണ്. 4:3. അപ്പോൾ നമുക്ക് a:(b)യും കിട്ടിക്കഴിഞ്ഞു, b:(c)യും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ a:(b) എന്ന് പറയുന്നത് ആരാണ്? 3:2ഉം b:(c) എന്ന് പറയുന്നത് ആരാണ്? 4:3യുമാണ്. 3:2ഉം ആരാണ്? 4:3. അങ്ങനെയെങ്കിൽ a:(b)(c) കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. 3:2 4:3. ആദ്യം ഇവരെ തമ്മിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 4 എന്ന് പറയുന്നത് ആരാണ്? 12 ആണ്. ഈസ് 4 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 എന്ന് പറയുന്നത് ആരാണ്? 8 ഈസ് 2 × 3 മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 6. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്. 12:8:6 ആണ്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ ഒരെണ്ണം ഇല്ല. ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ 2 കോമൺ ഫാക്ടർ ആയിട്ട് 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 6:4 എന്ത് പറയാം? 3 എന്ന് പറയാം. 6:4:3. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ് അല്ലേ. അപ്പോൾ 6:4:3 ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 6:4:3. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നു. സം ഓഫ് 2 consecutive natural numbers is 31. What is the difference of their squares? അതായത് തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുക 31 ആയാൽ അവയുടെ വ്യത്യാസം അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം, സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ്, അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, വലിയ ഷോർട്ട് കട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിൾ മെത്തേഡ് തന്നെ വളരെ എളുപ്പമുള്ള ഇതാണ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് എടുക്കുന്നു. ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് x+1 ആണ്. ശരിയല്ലേ? ഈ 2 നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 31 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. 2x + 1 = 31 ആണ്. 2x = 30 ആണ്. x = 30/2 എന്താണ്? 15 ആണ്. അപ്പോൾ x 15 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ നമ്പേഴ്സിനെ എടുത്ത് നോക്കിയേ. ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ x+1 ആണ്. അപ്പോൾ x 15 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് x+1 എന്ന് പറയുന്നത് ആരാണ്? 16 ആണ്. x+1 എന്ന് പറയുന്നത് ആരായി? 16 ആണ്. അപ്പോൾ ഇവരുടെ സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് അല്ല ഇനി വേണ്ടത്. സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് എടുക്കാനായിട്ട് 16² - 15², അതായത് 256 - 225. 6ൽ നിന്ന് 5 പോയാൽ 1, 1ൽ അവസാനിക്കും. അപ്പോൾ എന്തായാലും 1 വരത്തില്ല. പിന്നെ 1ൽ അവസാനിക്കുന്ന ആരാണ്? 31 ആണ്. ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 31 എന്ന് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും വലിയ 961 എന്ന് പറയുന്ന വലിയ ആൻസർ ഒന്നും അതിനകത്ത് വരത്തുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഇഫ് 13x and 22 13x 22 are 3 consecutive terms of an AP of an arithmetic progression. ഒരു APയുടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ തുടർച്ചയായ 3 പദങ്ങളാണ് 13x 22 13x 22 എന്നിവ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഒരു APയുടെ തുടർച്ചയായ 3 പദങ്ങളാണ് എങ്കിൽ, ഇവിടെ AP ഓർത്തോണേ, എങ്കിൽ എക്സിന്റെ വില എന്തെന്നാണ് ചോദ്യം. ഞാനിവിടെ AP എന്നൊന്നും വിചാരിക്കുന്നില്ല. ഞാനിവിടെ ഒരു ആവറേജിന്റെ കൺസെപ്റ്റിലേക്ക് പോവാം. ആവറേജിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പം 1, 2, 3, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് പറയാം. തുടർച്ചയായ 3 സംഖ്യകളാണ് 1, 2, 3. 2, 4, 6, 1, 3, 5. ഇവരുടെയൊക്കെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ. ആദ്യത്തേത് തുടർച്ചയായ 3 സംഖ്യകൾ 1, 2, 3. 2, 4, 6, 1, 3, 5. ഈ 2 കേസിലും അതിൻ്റെ പ്രത്യേകത എന്താണ്? അവയുടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് സെയിം ആണ്. APക്കും എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് സെയിം ആണ്. ശരിയല്ലേ? ആ ഒരു ലോജിക്ക് വെച്ച് അങ്ങ് കയറിപ്പോവാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ അവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നതായിരിക്കും ആവറേജ് എന്ന് പറയുന്നത്.
ഇവിടെയും നോക്കിക്കേ, ഇവിടെ പൊതുവ്യത്യാസം സെയിം ആണെങ്കിൽ, കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിലും അവിടെ മിഡിൽ ടേം തന്നെയായിരിക്കും ആവറേജ്. അപ്പോൾ ഇവിടുത്തെ ആവറേജ് കാണാൻ നിങ്ങൾ നോക്കി, സംശയമുള്ളവർ നോക്കി, 2 + 4 + 6 ഡിവൈഡഡ് ബൈ 3, 6 4 10 12, 12/3 4 വരും. ഇവിടെയും അത് തന്നെ. ഇനി അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, 2ഉം 6ഉം കൂടെ കൂട്ടി പകുതി എടുത്താലും ഉത്തരമാണ്. 2 + 6 എത്രയാണ്? 8, 8ന്റെ പകുതി 4, അങ്ങനെ ചെയ്താലും ആൻസറിലേക്ക് വരും. അപ്പോൾ ഇവിടെ മിഡിൽ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് മിഡിൽ ടേം വന്നുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ച് അങ്ങ് ചെയ്താൽ മതി. കാരണം ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എക്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. എക്സ് = 13 + 22 ഡിവൈഡഡ് ബൈ 2 അങ്ങ് എടുത്താൽ മതി. 13 + 22 ഡിവൈഡഡ് ബൈ 2 = എന്ത് കിട്ടി? 35/2 എന്ന് കിട്ടും. 35ന്റെ പകുതി എന്ന് പറയുന്നത് 17.5. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 17.5 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 17.5 ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം ഒരു നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 15 books is equal to, if the cost price of 15 books is equal to the selling price of 12 books, cost price of 15 books is equal to the selling price of 12 books. അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലാഭശതമാനം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 20%, 50%, 30%, 25% ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 15 books is equal to the selling price of 12 books, then the profit percentage is dash. അപ്പോൾ ഇവിടെ 15 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തൽക്കാലം ഒരു ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വിലയെ, ഒരു ബുക്കിൻ്റെ വാങ്ങിയ വിലയെ ഞാൻ എന്തെടുക്കുന്നു? 1 രൂപ എന്നെടുക്കുന്നു. ഒരു ബുക്കിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? 1 രൂപയാണ്. അങ്ങനെയെങ്കിൽ 15 ബുക്കിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത്, 15 ബുക്കിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് എത്രയാണ്? 15 ബുക്കുകളുടെ വാങ്ങിയ വില എന്ന് പറയുന്നത് 15 രൂപയാണ്. ചോദ്യം നിങ്ങൾ നോക്കിക്കേ, 15 ബുക്ക് വാങ്ങിയ പൈസ അല്ലെങ്കിൽ 15 ബുക്കിന് മുടക്കിയ തുക 12 ബുക്ക് വിറ്റപ്പോൾ കിട്ടി. 15 ബുക്കിന് മുടക്കിയ തുക എന്ന് പറയുന്നത് എന്താണ്? 12 ബുക്ക് വിറ്റപ്പോൾ കിട്ടി. അപ്പോൾ കച്ചവടം ലാഭമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു നഷ്ടവുമില്ല. കച്ചവടം ലാഭം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല. അപ്പോൾ നോക്കുക, ഒരു ബുക്ക് വാങ്ങാൻ 1 രൂപ, 15 ബുക്ക് വാങ്ങാൻ 15 രൂപ. അങ്ങനെയെങ്കിൽ 12 ബുക്ക് വാങ്ങാൻ എത്ര രൂപയായി? 12 രൂപ. 12 രൂപ. അപ്പോൾ 12 രൂപ ചെലവാക്കിയിട്ട് ആ 12 ബുക്ക് വിറ്റപ്പോൾ 15ന്റെ വില ഇങ്ങ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15ന്റെ മുടക്ക് മുതൽ കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഈ കച്ചവടത്തിലെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എന്ത് പറയാൻ സാധിക്കും? എത്ര രൂപ എന്ന് പറയാൻ സാധിക്കും? 15 - 12. 15 - 12 എത്രയാണ്? 3 രൂപയാണ്. 15 - 12 3 രൂപ. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 എന്ന് കിട്ടുന്നു. പ്രോഫിറ്റ് 3 രൂപ. നമുക്കറിയാം, ലാഭശതമാനം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രോഫിറ്റ് പെർസെന്റ് ഈക്വൽ ടു എന്ത് പറയാം? പ്രോഫിറ്റ് പെർസെന്റ് അഥവാ ലാഭശതമാനം എന്ന് പറയുന്നത് എന്താണ്? ലാഭം ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ മുടക്ക് മുതൽ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് ലാഭശതമാനം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പെർസെന്റ് ഇസ് ഈക്വൽ ടു
പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇവിടെ പ്രോഫിറ്റ് 3 രൂപ എന്ന് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? 3 രൂപ, 3 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 12 കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപയാണ്. 12 ഇൻറ്റു എന്തുകൂടെ ചെയ്യണം? ഇൻറ്റു എന്തും കൂടെ കൊടുക്കുക, 100 എന്നൂടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് 3ഉം 12ഉം ഒക്കെ ക്യാൻസൽ ആവുന്നു. 4 4ഉം 100ഉം കൂടെ ഒക്കെ വെട്ടുന്നു. ഉത്തരം എന്ത് കിട്ടുന്നു? 25% എന്ത് കിട്ടുന്നു? 25%. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻസ് വെച്ച് പറയാം, ഓപ്ഷൻ ഡി ആണ് 25% എന്ന് പറയുന്നത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി 25% ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ദിവസം ഉണ്ടായിരിക്കും, പാർട്ട് 2 ഉണ്ടായിരിക്കും. അങ്ങനെ ഇനി നമുക്ക് 4 സെഷൻസാണ് നമുക്കിനി തീരാനുള്ളത്. 2 മാത്സിൻ്റെ സെഷനും 2 സയൻസിൻ്റെ സെഷനും കൂടെയാണ് നമുക്കിനി തീരാനുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം കൂടെ ഈ ചോദ്യത്തോടുകൂടി നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. റോബിനെ